മാനവരക്ഷയ്ക്കായി കുരിശിൽ ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ക്രൈസ്തവ ദേവാലയങ്ങളിൽ ദുഃഖവെള്ളി ആചരണം. പീഡാനുഭവ ശുശ്രൂഷകളിലും കുരിശിന്റെ വഴിയിലും പങ്കുചേർന്ന വിശ്വാസി സമൂഹം. ചെർപ്പ് സെന്റ് ആന്റണീസ് പള്ളിയിലും ചൊവ്വൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിലും നടന്ന പീഡാനുഭവ ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ദുഃഖവെള്ളി ആചരണത്തിന്റെ ഭാഗമായുള്ള പീഡാനുഭവ ശുശ്രൂഷകൾ രാവിലെ നടന്നു. വൈകിട്ട് കുരിശിന്റെ വഴിയുടെ ഭാഗമായി പരിഹാര പ്രദക്ഷിണവും നടന്നു. 50 ദിവസം നീണ്ട നോമ്പിലൂടെയും ഉപവാസത്തിലൂടെയും ആത്മവിശുദ്ധി നേടിയാണ് വിശ്വാസികൾ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തത്. യേശുക്രിസ്തുവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ളതായിരുന്നു പരിഹാര പ്രദക്ഷിണം. കുരിശിന്റെ വഴിയിലെ 14 സ്ഥലങ്ങളിലൂടെ വിശ്വാസികൾ ധ്യാനാത്മകമായി പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. കുരിശിന്റെ വഴി പിന്നീട് പള്ളികളിൽ സമാപിച്ചു. തുടർന്ന് സമാപനാശീർവാദവും ക്രൂശിത രൂപത്തിന്റെ ചുംബനവും ഉണ്ടായി. ചേർപ്പ്, ചൊവ്വൂർ, ഇടവക ദേവാലയങ്ങളിൽ നടന്ന കുരിശിന്റെ വഴിയിൽ മുഴുവൻ വിശ്വാസികളും പങ്കെടുത്തു. പാപപരിഹാര ബലി